ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ ഒരു ബ്രൈഡൽ കോമ്പറ്റീഷന് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാറിൽ കയറിയിട്ടാണ് ഇതൊക്കെ എടുത്തു തുടങ്ങിയത്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് എറണാകുളത്താണ് കോമ്പറ്റീഷൻ വരുന്നത്. നമ്മുടെ അടുത്തൊരു 7 മണിയാകുമ്പോൾ അവിടെ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൊക്കേഷനിൽ. അപ്പോൾ നമ്മൾ ഒരു 5 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 4 മണിക്കായപ്പോൾ എണീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 5 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഇന്ന് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അജ്മൽ ഫർവ. ആളെ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, അടിപൊളി മേക്കപ്പാണ്. അത് നിങ്ങൾക്ക് വഴിയേ കാണാം. ഇപ്പോൾ ഇത് ഏകദേശം 7 മണി കഴിഞ്ഞു നമ്മൾ അവിടെ എത്തിയപ്പോൾ. അപ്പം നമ്മളെന്നാൽ പിന്നെ ജസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ അടുത്തുള്ളൊരു കുഞ്ഞു കടയിൽ പോയിട്ടാ. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്, മണിപ്പുട്ട് എന്ന് പറഞ്ഞത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഈ സംഭവം നമ്മുടെ നൂൽപുട്ടൊക്കെ പോലെ ഇരിക്കും, പക്ഷെ അത് പുട്ടിൻ്റെ ഷേപ്പിലാണ് ഉള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും മുട്ടക്കറിയും കൂടിയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാനും ഇവിടെ ഇപ്പോഴായിട്ട് ശ്രദ്ധിക്കണത്, ഞാനും അവളും ഒരേപോലത്തെ ടീഷർട്ട് ഇട്ടേക്കണേ. ശരിക്കൊരു കോയിൻസിഡൻസ് പറഞ്ഞിട്ടൊന്നല്ല കേട്ടോ, കറക്റ്റ് ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് തന്നെ. അപ്പം അങ്ങനെ ചെന്ന് പിന്നെ നമുക്ക് അങ്ങനെ റാമ്പിൽ പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് മോഡൽസ് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നൊക്കെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഒരു കായലിലെ സൈഡിലായിട്ടോ നമ്മുടെ റിസോർട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പോയി ഒന്ന് കണ്ടു. നല്ല അടിപൊളി വ്യൂ ആട്ടോ, അവിടെ നിൽക്കാനും നല്ല രസമുണ്ട് കാണാനായിട്ട്. തൊട്ടപ്പുറത്ത് കടലാട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കുറേ നേരം കണ്ടു നിന്ന് അതിനുശേഷം ആണ് പിന്നെ നമ്മുടെ മേക്കപ്പിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകാന്ന് പറഞ്ഞു. അപ്പം ഇത് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഉള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അവളത് നമ്മുടെ കാറിൽ നിന്ന് സാരിയും സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ നമ്മളിത് ജസ്റ്റ് സാരി ഡ്രൈപ്പിംഗ് ആണ് ഫസ്റ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് റൂം വന്നിട്ടുണ്ട് കേട്ടോ. അതിലാണ് നമ്മൾ സാരി ഡ്രൈപ്പിംഗ് പിന്നെ ഓർണമെന്റ്സ് സെറ്റിങ്സും ആണ് നമുക്ക് മുന്നേ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈമായിരുന്നു കേട്ടോ. അതേ ചേട്ടനും അവരൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയം പുറത്ത് വന്നു. ചേട്ടൻ എനിക്ക് വാരിയൊക്കെ തന്നു കേട്ടോ. ഞാൻ കയ്യിൽ മെഹന്തിയും പിന്നെ നെയിൽ എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വാരിയൊക്കെ തന്നു. അപ്പം ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിലായിരുന്നു. ഇതൊക്കെ ചേട്ടൻ അതിൻ്റെ ഇടയിൽ എടുത്ത് വെച്ച ക്ലിപ്സ് ആണ് കേട്ടോ. അതിൽ തുമ്പിയൊക്കെയാന്ന് തോന്നുന്നു. അത് തുമ്പിയാണോടാ? അത് തുമ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ. അവിടെ ഇനോഗ്രേഷൻ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പൊ അവിടെ തുമ്പിയുടെ ചുറ്റും മൊത്തം ക്യാമറ പിടിച്ചുള്ള മീഡിയക്കാരാണ് കേട്ടോ, വേറെ ആളുകളൊന്നുമില്ല, മൊത്തം മീഡിയക്കാരാണ്. അതിനിടയിൽ നമ്മുടെ മേക്കപ്പ് സംഭവങ്ങളൊക്കെ അതിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറാണ് നമുക്ക് ടൈം ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ നമ്മുടെ മേക്കപ്പ്, ഹെയർ സ്റ്റൈല്, ഫ്ലവർ സെറ്റിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റായി ഉണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര അടിപൊളി ലുക്ക് ആയിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയട്ടോ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടു. അപ്പോൾ തന്നെ ഇവിടെ പരിപാടികൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അകത്തേക്ക് കയറ്റിട്ടോ. കറക്റ്റ് ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നമുക്ക് സ്റ്റേജിൽ കയറിയിട്ട് റാമ്പ് വാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ട്. അതിനുശേഷമാണ് നമ്മുടെ റിസൾട്ടൊക്കെ അനൗൺസ് എന്താവും അറിയില്ല. നല്ല ടെൻഷനുണ്ട്. അജ്മലിന് എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം ഭയങ്കര ടെൻഷൻ കുറവാണെന്നാണ് അവൾ പറയണത്. കാരണം അവൾ ഒരുപാട് കോമ്പറ്റീഷനിൽ പോയിട്ടുള്ള കേട്ടോ. അതിന് മുന്നേ ഒരുപാട് ഇതിൽ മത്സരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫസ്റ്റ് റണ്ണറപ്പും സെക്കൻഡ് റണ്ണറപ്പൊക്കെ ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണോന്ന് അറിയില്ല ഈ പ്രാവശ്യം ഭയങ്കര ടെൻഷൻ ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം എന്നെ കൊണ്ടുപോയിട്ട് അവൾക്ക് എന്തെങ്കിലും കിട്ടുമോ, പ്രൈസ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എനിക്കും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഇനോഗ്രേഷൻ അവിടെ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഓരോരുത്തരായിട്ട് റാമ്പ് വാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ റാമ്പ് വാക്കിൽ പ്രത്യേകിച്ച് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനും ഒത്തിരി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് റാമ്പ് വാക്ക് ചെയ്തു. അങ്ങനെ റാമ്പ് വാക്ക് കഴിഞ്ഞ് ഇതിലാണ് അവർ സെലക്ട് ചെയ്യുക വിന്നർ ചില പ്രൈസ് വിന്നർ ഉണ്ടാവും, പിന്നെ ഫസ്റ്റ് റണ്ണറപ്പ് ഉണ്ടാവും, പിന്നെ സെക്കൻഡ് റണ്ണറപ്പ് ഉണ്ടാവും. അങ്ങനെ 3 വിന്നേഴ്സാണ് ഉണ്ടാവുക. പിന്നെ ജൂറി അവാർഡ്സുകൾ ഉണ്ടാവും കേട്ടോ. ഡയമണ്ട് ജൂറി, ഗോൾഡൻ ജൂറി, സിൽവർ ജൂറി അവാർഡ്, അങ്ങനെ അവാർഡ്സും ഉണ്ടാവും. കാറ്റഗറി അവാർഡ്സും ഉണ്ടാവും. ബെസ്റ്റ് ഫ്ലവർ സെറ്റിങ്, ബെസ്റ്റ് ഐ മേക്കപ്പ്, അങ്ങനെ സാരി ഡ്രേപ്പിംഗ് നന്നായവർക്ക് അങ്ങനെ സെപ്പറേറ്റ് അവാർഡ് ഇതും കൊടുക്കാറുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇതിൽ നിന്നാണ് ജഡ്ജസ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. അവരായിരിക്കും മാർക്ക് ഇടുന്നുണ്ടാവുക. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് റാമ്പ് വാക്കൊക്കെ ചെയ്ത് പോയി. പിന്നെ ഒരു ഗ്രൂപ്പായിട്ടും റാമ്പ് വാക്കിങ് ഉണ്ടായിരുന്നു. തേക്കണ്ട ഞാനും വന്നിട്ട് പോയിട്ടാ.
അങ്ങനത്തെ ലാസ്റ്റ് എല്ലാ ബ്രൈഡ്സും കൂടി വന്ന് സ്റ്റേജിൽ നിന്നിട്ടോ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ എല്ലാവരും കൂടി വന്ന് ഒരുമിച്ച് നിൽക്കുമ്പോൾ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ജഡ്ജസിനൊക്കെ ഒരു കൺഫ്യൂഷൻ തന്നെ ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല പാടായിരിക്കും മാർക്ക് ഇടാനൊക്കെ, കാരണം ബ്രൈഡ്സ് ഒക്കെ എല്ലാവരും നന്നായിട്ട് ഒരുവിധം ചെയ്തിട്ടുണ്ടായിരുന്നു. ജഡ്ജസ് ഒക്കെ നന്നായി മാർക്ക് ഇടാൻ നല്ല ബുദ്ധിമുട്ടിട്ടുണ്ടാവും. അങ്ങനെ ഏകദേശം നമ്മളൊരു 10-50 താഴെ ബ്രൈഡ്സ് ഉണ്ടായിരുന്നു. അതിനിടയിൽ അവിടെ സ്റ്റേജിൽ ഡാൻസ് അതുപോലെ തന്നെ ഫാഷൻ ഷോ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റിസൾട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഇതൊന്നും ശരിക്കും എൻജോയ് ചെയ്യാനൊന്നും നമുക്ക് പറ്റുന്നില്ല. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ടൈം ആട്ടോ, അതായത് ജഡ്ജ്മെന്റ് കഴിഞ്ഞ് ഒരു റിസൾട്ട് പറയാൻ പോവാണ്. എല്ലാവരും ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ജഡ്ജ്മെന്റുകൾ പറഞ്ഞു. ഫസ്റ്റ് തന്നെ നമ്മൾ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. ആദ്യം ജഡ്ജ്മെന്റ് ടെൻഷനില്ലാതെ പറഞ്ഞു. പക്ഷെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ അവള് പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ തോന്നിയിട്ടുണ്ടാന്ന്. കാരണം ആദ്യം ഫസ്റ്റ് ജൂറി അവാർഡ്സ് ഒക്കെ കൊടുത്തു. അങ്ങനെ ശരിക്കും ആളെ എൻ്റെ കൈ പിടിച്ച് പൊക്കിയപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഒരുപാട് ഹാപ്പി. അവളുടെ നല്ല എഫേർട്ട് കൊണ്ടാണ് കേട്ടോ ഇത് നമുക്ക് വിൻ ചെയ്യാൻ തന്നെ പറ്റിയത്. പിന്നെ മാത്രമല്ല നമ്മൾ ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കോസ്റ്റ്യൂം ആയാലും ഓർണമെന്റ്സ് ആയാലും നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത് ഈ ഒരു ലുക്ക് ചെയ്യാം. ഇപ്പോൾ ട്രെൻഡി വെഡിങ് ഉണ്ടായില്ല നമ്മുടെ രേവതി മിലൻ എന്ന് പറഞ്ഞാൽ, അവരുടെ ഒരു ഇൻസ്പയർഡ് ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ കോസ്റ്റ്യൂം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്രത്തുള്ള നിർത്ത സിഗ്നേച്ചർ ഡിസൈൻസ് ആണ്. അങ്ങനെ നമുക്ക് പ്രൈസ് ഒക്കെ തന്നു. ക്രൗണൊക്കെ വയ്ക്കണ നേരത്തെ സത്യം പറഞ്ഞാൽ അജുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സന്തോഷം കൊണ്ട്. അങ്ങനെ അവളെ ഭയങ്കര ഹാപ്പി ആയി. പ്രോഗ്രാം ഒക്കെ കഴിയും ഒത്തിരി ലൈറ്റ് ആയി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയി ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ എത്ര ടൈം നേരത്തെ എത്തിയത്, അപ്പം ഭയങ്കര ടയേർഡ് ആയി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം വീഡിയോസൊക്കെ അവിടെ അവസാനിപ്പിച്ചു. അത്രേ എടുത്തുള്ളൂ. വേഗം പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോരുക ചെയ്ത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.